എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 7 ശ്ലോകം 47, 48, 49, 50, 51 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നു ദത്താത്രേയ മഹർഷി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 47. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വമായയാ സൃഷ്ടമിദം സദസത് ലക്ഷണം വിഭു പ്രവിഷ്ടയതേ തത്തത് സ്വരൂപോഗ്നിരിവൈധസി. അഗ്നിക്ക് സ്വതേ രൂപല്യ. ഏതൊന്നിൽ അഗ്നി പ്രവേശിക്കുന്നുവോ അതിന്റെ ആകൃതിയിൽ വിളങ്ങും. നീളമുള്ളതിൽ നീളത്തിലും വട്ടമുള്ളതിൽ വട്ടത്തിലും ചെറിയതിൽ ചെറിയതായിട്ടും വലിയതിൽ വലുതായിട്ടും അഗ്നി വിളങ്ങും. ആത്മാവും ഇതുപോലെ തന്നെയാണ്. എങ്ങനെയെന്നാൽ സർവവ്യാപകനായ ആത്മാവിന് സ്വതേ യാതൊരു ആകൃതിയുമില്ല. തന്റെ ശക്തിയായ പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ടതും ശ്രേഷ്ഠം നികൃഷ്ടം എന്ന വ്യവഹാരത്തിന് വിഷയവുമായ ദേവ മനുഷ്യ തിര്യാഗാദി ശരീരത്തിൽ പ്രവേശിച്ചിട്ട് അതത് രൂപേണ കാണപ്പെടുന്ന ഉപാധിയെ അനുസരിച്ച് പ്രകാശിക്കുന്ന അഗ്നിയെ പോലെ ആത്മാവായ ഞാൻ പ്രകാശിക്കുന്നു എന്നും അഗ്നിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. വിസർഗാദ്യാശ്മശാനാന്ത ഭാവാദേഹസ്യ നാത്മനഃ കലാനാമിവ ചന്ദ്രസ്യ കാലേനാവ്യക്തവൽമനാ. ചന്ദ്രനിൽ നിന്ന് അഭ്യസിച്ചത് പറയണം. ജനനം മുതൽ മരണം വരെയുള്ള വൃദ്ധിക്ഷയഭാവങ്ങൾ അറിയാൻ കഴിയാത്ത വിധത്തിൽ എല്ലാറ്റിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലം നിമിത്തം ഉണ്ടാകുന്നു. ആ വികാരങ്ങള് ദേഹത്തിനല്ലാതെ ആത്മാവിനില്ല. ചന്ദ്രൻ എപ്പോഴും ഒരേ വൃത്തത്തിൽ തന്നെ ഇരിക്കുന്നു. കലകള് ചിലപ്പോൾ ക്ഷയിച്ചും ചിലപ്പോൾ വർദ്ധിച്ചും വരുന്നുണ്ട്. അതുപോലെ ജന്മാദികളായ ഭാവങ്ങള് ആത്മാവിനില്ല. ദേഹധർമ്മങ്ങളാണ് എന്ന് ഞാൻ ചന്ദ്രനിൽ നിന്ന് അഭ്യസിച്ചു. കാലേന ഹ്യോഖവേഗേന ഭൂതാനാം പ്രഭവാപ്യയൗ നിത്യാവവി ന ദൃശ്യേതേ ആത്മനോഗ്നേർ യഥാർച്ചിഷാം. അഗ്നിയിൽ നിന്ന് അഭ്യസിച്ച സംഗതികൾ പറഞ്ഞുവെങ്കിലും പിന്നെയും അഗ്നിയെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് ദേഹങ്ങളുടെ ക്ഷണഭംഗുരാവസ്ഥയെയും അഗ്നിയിൽ നിന്ന് അഭ്യസിച്ചു എന്ന് വീണ്ടും വീണ്ടും പറയണം. ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ജ്വാലകള് ക്ഷണം തോറും ഉത്ഭവിച്ചും നശിച്ചും കൊണ്ടിരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ തിരിക്കും എണ്ണയ്ക്കും ക്ഷയം വരാൻ അവകാശമില്ലല്ലോ. പക്ഷേ ജ്വാലകൾക്ക് ഈ വിധം ഉൽപ്പത്തി നാശങ്ങളുണ്ടെന്ന് എണ്ണയും തിരിയും മുഴുവൻ തീരുന്നത് വരെ സാധാരണക്കാരെ അറിയുന്നില്ല. തീർന്നാൽ അഗ്നി ശമിക്കുന്നു. അപ്പോ എണ്ണയും തിരിയും തീർന്നത് മാത്രം നമുക്കറിയാം. ഇതുപോലെ ആത്മസംബന്ധികളായ ദേഹങ്ങളിലും നിമിഷം തോറും പുതിയ ഭാഗങ്ങൾ ചേർന്നും പഴയ ഭാഗങ്ങൾ നശിച്ചും കൊണ്ടിരിക്കുന്നു. 6 മണിക്ക് ഭക്ഷണം കഴിച്ചവന് 8 മണിക്ക് വീണ്ടും ഭക്ഷണം ആവശ്യമായി വരുന്നു. ആദ്യം കഴിച്ച ഭക്ഷണത്തിലെ സാരാംശം പാകം വന്ന് രക്തമായി പരിണമിച്ച് ദേഹത്തോട് ചേരുകയും ആ സ്ഥലത്തില് മുമ്പുണ്ടായിരുന്ന രക്തമാംസാദികൾ ഉച്ഛ്വാസ നിശ്വാസ രൂപേണയും വിയർപ്പ് ചളി എന്നീ രൂപേണയും നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ അറിയാൻ കഴിയാത്ത വേഗത്തോടു കൂടി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തിൽ ഒരു നിമിഷ നേരമെങ്കിലും ഈ വികാരം ദേഹത്തിൽ സംഭവിക്കാതിരിക്കുന്നില്ല. പക്ഷേ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ദേഹത്തിൽ നിത്യേന മാറ്റവും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നതിനാൽ ഈ മാറ്റം അത്ര ക്ഷണത്തിൽ അറിയാൻ കഴിയുന്നില്ല നമുക്ക്. അതാണ് ഒരിക്കൽ കണ്ടതിൽ പിന്നെ 5-10 കൊല്ലം കഴിഞ്ഞ ശേഷം കണ്ടാൽ ആ ശരീരം മുൻസ്ഥിതിയിൽ നിന്ന് വളരെ വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് അറിയാം, അല്ലെ? സ്പഷ്ടമായിട്ട് നമുക്ക് അറിയുന്നുണ്ട്. അതിനാൽ അഗ്നിജ്വാലകൾ പോലെ പ്രതിനിമിഷം വികാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദേഹം ക്ഷണത്തിൽ നശിക്കുന്നതാണെന്ന് അഗ്നിയിൽ നിന്നു തന്നെ അഭ്യസിച്ചു. ഇത് തന്നെയാണ് നിത്യപ്രളയം. ഗുണേർ ഗുണാനുപാദത്തെ യഥാകാലം വിമുഞ്ചതി ന തേഷു യുജ്യതേ യോഗി ഗോപിർഗായിവ ഗോപതി. സൂര്യൻ ഉഷ്ണകാലത്ത് കിരണങ്ങൾ കൊണ്ട് സമുദ്രങ്ങളിൽ നിന്നും മറ്റും ജലത്തെ ആകർഷിക്കുകയും വർഷകാലത്തില് വർഷിക്കുകയും ചെയ്യുന്നു. എങ്കിലും ഞാൻ
ജലത്തെ ഗ്രഹിച്ചവൻ, വിട്ടുകൊടുത്തവൻ എന്ന അഭിമാനമൊന്നും സൂര്യനില്ല. അതുപോലെ ആത്മധ്യാനപരനായ യോഗിയും ശ്രോത്രാദി ഇന്ദ്രിയങ്ങൾ കൊണ്ട് ശബ്ദാദി വിഷയങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാര് വരുമ്പോ അവർക്ക് വേണ്ടത് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യും. എങ്കിലും ഞാൻ വാങ്ങിയവൻ, കൊടുത്തവൻ എന്ന അഭിമാനമൊന്നും ലേശവും യോഗിക്ക് ഉണ്ടായിരിക്കില്ല എന്ന് സൂര്യനിൽ നിന്ന് പഠിച്ചു. ബുദ്ധ്യത്തെ സ്വേന ഭേദേന വ്യക്തിസ്ഥ ഇവ തൽഗത ലക്ഷ്യത്തെ സ്ഥൂലമതിഭി ആത്മാജാവസ്ഥിതോർക്കവൽ. വാസ്തവത്തിൽ സൂര്യൻ ഒന്ന് തന്നെ എന്ന് എല്ലാവർക്കും കണ്ട അറിവുണ്ട്. എന്നാൽ ഓരോ ജലാധിസ്ഥാനങ്ങളിൽ പ്രതിഫലിക്കുമ്പോൾ അതിലൊക്കെയും വേറെ വേറെ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ആലോചിക്കാൻ ശക്തിയില്ലാത്തവൻ പ്രതിബിംബങ്ങളും സൂര്യനും വെവ്വേറെയാണെന്ന് വിചാരിക്കുന്നത് പോലെ ഭേദഹീനനായി സർവാത്മാവായിരിക്കുന്ന പരമേശ്വരൻ ഓരോ ശരീരങ്ങളിൽ അഹംബുദ്ധിയുള്ളവര് ഞാൻ വേറെ അവൻ വേറെ എന്നിങ്ങനെ ഭേദമായിട്ട് കാണുന്നു. ഇത് സൂക്ഷ്മ ആലോചന ഇല്ലാതിരിക്കുന്നതിന്റെ ദോഷഫലാണ്. എല്ലാറ്റിലും പരിപൂർണമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഈശ്വരന് നാനാത്വമുണ്ടെന്നു കാണിക്കാൻ ഈ ഭ്രാന്തിജ്ഞാനം മതിയായിരിക്കില്ല. ആത്മാവ് ഏകനും സകലത്തിലും പരിപൂർണ രൂപനായി വിളങ്ങുന്നവനുമാണെന്ന് ഞാൻ സൂര്യനിൽ നിന്ന് പഠിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.